പാർട്ടിസിപ്പൻസ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സാർ ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാണ്. ഇപ്പൊ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ. Released a brand new feature that allows you to auto-record your Google Meet events using Google Calendar. So before we can get Google Meet recording... Yes, I'm sorry. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് ഈ സ്റ്റുഡൻസ് അവരൊക്കെ ആസ്പിരന്റ് സ്റ്റുഡൻസ് ആണ്, MACD MAP. പക്ഷെ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാല് ഇവര് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. സർ, ഞാൻ ഇങ്ങനെ ഇറാസ്മസ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, കോമൺവെൽത്ത് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്, ഐ നീഡ് എ റെക്കമെൻഡേഷൻ എന്നൊക്കെ പറഞ്ഞു വരും. നമ്മൾ റെക്കമെൻഡേഷൻ ഒക്കെ കൊടുക്കും. പക്ഷെ പിന്നെ അവർ പറയും, സർ എനിക്ക് പേപ്പർ വേണമായിരുന്നു, ഐ ഡോണ്ട് ഹാവ് എനി പേപ്പർ. അതാണ് പേപ്പർ, കോൺഫറൻസ്, ഇതൊക്കെയാണ് ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ. ഇന്റർനാഷണലി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. ഇതൊക്കെ കൊടുക്കുന്നത് നമ്മുടെ അക്കാഡമിക് മെറിറ്റ് മാത്രം നോക്കിയിട്ടല്ല, പലപ്പോഴും നമ്മുടെ അഡീഷണൽ എക്സ്പീരിയൻസ്, അഡീഷണൽ കാര്യങ്ങളുമായി പേപ്പർ പ്രസന്റേഷൻസ്, ഇതൊക്കെ പബ്ലിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഇവരൊക്കെ വരുമ്പോൾ, സർ അന്ന് സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ല, ഇപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ഇപ്പൊ ഇനി വല്ല കോൺഫറൻസ് ഉണ്ടോ, ഞങ്ങൾക്ക് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യണം, എന്തെങ്കിലും പബ്ലിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എനിക്ക് ചെയ്യണം. കാരണം ഞാൻ എൻ്റെ കോൺഫറൻസ് ഞാൻ ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പേപ്പർ പബ്ലിക്കേഷൻ നിർബന്ധമാണ്, അപ്പോഴേ നമുക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. റീസെന്റ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ എംഎഡിന് ഡെസർട്ടേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ജർമ്മനിയിൽ ഒരു സ്ഥാപനത്തിൽ ഫെലോഷിപ്പോടെ PhDക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കണ്ടീഷൻ പറയുന്നത് അവര് ഫൈനൽ സബ്മിഷനും ഡോക്യുമെന്റ് സബ്മിഷന്റെ സമയം ആവുമ്പോഴേക്ക് ഷീ ഹാസ് ടു സബ്മിറ്റ് 2 പേപ്പേഴ്സ്, 2 പേപ്പേഴ്സ് കൊടുക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ 2 കോൺഫറൻസ് കൊടുക്കണം എന്ന്. അപ്പൊ മാത്രമേ അവരത് കൺഫർമേഷൻ തരുള്ളൂ. അതൊരു റിക്വയർമെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഞാനിപ്പോ പറയുന്ന വെച്ചാല് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് വെൻ യു ആർ ഡൂയിങ് നൗ. നമ്മൾ ഇപ്പൊ ചെയ്താലാണ് പിന്നെ ഒരു കാലത്ത് നമുക്കത് യൂസ്ഫുൾ ആവുന്നത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി വിൽ ഗെറ്റ് സപ്പോർട്ട് ഫ്രം പാരന്റ്സ് ആൻഡ് ഫാമിലി. ബട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആകുമ്പോഴും അത് കഴിഞ്ഞുള്ള റിസർച്ച്, ഫർദർ സ്റ്റഡീസിനൊക്കെ നമുക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് പൈസ കിട്ടുക അല്ലെങ്കിൽ ഫിനാൻസ് കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് പിന്നെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസും അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസ് വരുമ്പോൾ വി വിൽ ബി ഇൻ ട്രബിൾ, അല്ലേ? അപ്പൊ നമുക്ക് മാക്സിമം എന്ത് ചെയ്യും, മാക്സിമം നമുക്ക് ആ രീതിയിൽ അതിന് വേണ്ടി വരും, അല്ലേ? അപ്പൊ ആ സമയത്ത് നമുക്ക് ഫെലോഷിപ്പുകൾ റിക്വയർമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്താൽ മാത്രമേ അത് ക്ലിയർലി നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു റിക്വയർമെന്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കമ്മിങ്സ് ടു ദ പേപ്പർ, അല്ല, ഇനി ഞാൻ കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. വെൻ വി ടോക്ക് അബൌട്ട് എ കോൺഫറൻസ് പേപ്പർ, അതിൽ ഇനീഷ്യൽ സ്ട്രക്ചർ ഈസ് ടു ഗീവ് എൻ അബ്സ്ട്രാക്ട്, അല്ലേ? നമുക്ക് ഇവിടുന്നുള്ളവരല്ലാത്തവർ നമുക്ക് ആരും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞത്. ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അബ്സ്ട്രാക്ട്, ഓക്കെ. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ഒരു 250 to 400, ചിലർ 500 ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു വേർഡ്സിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ സമ്മറൈസ് ചെയ്ത് പറയുന്ന ഒരു പാരഗ്രാഫ്, ഇതാണ് നമ്മുടെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ശരിക്കും അബ്സ്ട്രാക്ട്, ഇനി അബ്സ്ട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് അബ്സ്ട്രാക്ട് ബുക്സ് പബ്ലിഷ് ചെയ്തത് അവൈലബിൾ ആയിരിക്കും ഓൺലൈനിൽ. അപ്പൊ അത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് എഴുതുന്നത്, അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, മോഡൽ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഏതെങ്കിലുമൊക്കെ കോൺഫറൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അബ്സ്ട്രാക്ട് ലിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും.
Let me try if I have any abstract book of conference. Just let me check whether it is available. Conference book of abstract ഇതിനകത്ത് ഒന്ന് കാണുന്നു. Just I'm checking. I'm just giving you the link. Try. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങളായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റിന്റെ മോഡൽ എന്താണെന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് സെൻഡിങ് യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. ഒരു അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ടൈറ്റിൽ, ഡെഫിനറ്റ്ലി ടൈറ്റിൽ ഈസ് റിക്വയർഡ്. ഒരു ടൈറ്റിൽ അത് നമ്മൾ കോൺഫറൻസ് പേപ്പർ ആയിട്ട് എഴുതുമ്പോൾ ഒരു തീം ബേസ്ഡ് ആയിരിക്കണം. കോൺഫറൻസിന്റെ ഏതെങ്കിലും ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്റ്റന്റ് റിലേഷനെങ്കിലുള്ള ഒന്നായിരിക്കണം. നമുക്കിപ്പോ ജാമിയ നദ്വിയ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഈ കോൺഫറൻസിനകത്ത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ എന്തൊരു ഏരിയ നിങ്ങൾ എടുത്താലും സംഹൗ ഇറ്റ് വിൽ ബി റിലേറ്റഡ്. അപ്പൊ ആ ഏതെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാക്കുക ആവണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഒരു ടൈറ്റിൽ എഴുതുമ്പോൾ അത് ഒരു ക്യാച്ചി ടൈറ്റിൽ ആയിരിക്കണം. കാണാൻ നമുക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈറ്റിൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് എഴുതാൻ ശ്രമിക്കുന്നു. ജസ്റ്റ് സിമ്പിൾ ടൈറ്റിൽ, വാട്ട് കോസസ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. Educated unemployment in the district of Malappuram. Experiences of recently postgraduate or perceptions of experience. Perceptions of recently postgraduated students. നോക്കൂ, ഇതാണ് എൻ്റെ ഒരു, ഞാൻ ജസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസ്, റീസെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസിന്റെ അവരുടെ what causes educated unemployment in the district of Malappuram. ഇത് ഒരു ക്വസ്റ്റ്യൻ പോലെ എഴുതി ഇങ്ങനെ ഞാനൊരു സംഭവം എഴുതാൻ ശ്രമിച്ചു, ഒരു എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, ഇനി വേറൊരു സംഭവം എന്താ, വേറൊരു സാധനമാണ് ഹൗ ടു ദ ജെൻഡർ ഡെപ്പിക്റ്റഡ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞുതരാം. ഡെപ്പിക്റ്റഡ് ഇൻ ദ വർക്ക്സ് ഓഫ് ഷേക്സ്പിയറിന്റെ വർക്കിൽ എങ്ങനെയാണ് ജെൻഡറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? How does gender depict? Okay, just depict in the works of Shakespeare. ഇങ്ങനെ ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ഞാനൊരു ടോപ്പിക് എടുത്തു. ഇപ്പൊ എഡ്യൂക്കേഷൻ നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ മറ്റൊരു സാധനം, ട്രെയിനിങ് നീഡ്സ് ഓഫ് ഓഫീസ് staff of Jamia Nadwiya. For example, Nadwiya group of institutions. നോക്കൂ, ചെറിയ സംഭവങ്ങൾ. ജാമിയ നദ്വിയയിലെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തുള്ള ഓഫീസ് സ്റ്റാഫിന്റെ ട്രെയിനിങ് നീഡ്സ്, എന്തൊക്കെ ട്രെയിനിങ് ആണ് അവർക്ക് വേണ്ടത് എന്ന് പറയുന്ന ഒരു സ്റ്റഡി. ചെറിയ എക്സാമ്പിൾ സ്റ്റഡീസ് ആണ് നമ്മൾ. ഓക്കെ, എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു മിഷൻ, കുടുംബശ്രീ a study on the programs and practices in the എടവണ്ണ ഒരു പഞ്ചായത്താണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എടവണ്ണ പഞ്ചായത്ത് അല്ലേ? അപ്പൊ ഇങ്ങനെ കൊടുക്കാം എനിക്ക്. ഇതൊക്കെ ഒരു ടോപ്പിക്കിന്റെ മോഡലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊന്ന് പറയുന്നു, ഡിജിറ്റൽ സ്കിൽസ് ഓഫ് FYUP സ്റ്റുഡൻസ് ഓഫ് ജാമിയ ആർട്സ് കോളേജ്.
എക്സാമ്പിൾ പറയുന്നതാണ്. ഇതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഞാനിങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. നമ്മൾ എന്തും ഇതിന് ചെറിയ ചെറിയ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ നമുക്ക് ചെയ്യാം. ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടോപ്പിക്കുകൾ എടുക്കുന്നത്. ചില മോഡൽ ടോപ്പിക് ഞാൻ 4-5 ടോപ്പിക്കുകൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നോ അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഗ്രാമസഭയെ കുറിച്ച്, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ഒരു സ്റ്റുഡൻ്റ് ആണ്, അപ്പൊ നിങ്ങൾ ഗ്രാമസഭയെ കുറിച്ച് പറയും. ഗ്രാമസഭ ഓഫ് വാർഡ് നമ്പർ 14 ഫോർ എക്സാമ്പിൾ, വാർഡ് നമ്പർ 14-ലെ ലോകസഭ, റിഫ്ലക്റ്റീവ് എക്സ്പീരിയൻസസ് ഫോർ എക്സാമ്പിൾ, അവിടെ എന്ത് നടന്നു, എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ ഗ്രാമസഭ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം തന്നെ ഒരു ടോപ്പിക്കാണ്. എന്തും നമ്മൾ എടുക്കാം. വേറൊരു സംഭവം ഞാൻ എഴുതുന്നു, കോമൺ എറേഴ്സ് ഇൻ റൈറ്റിംഗ് അമംഗ് UG സ്റ്റുഡൻസ് ഓഫ് കേരളത്തിലെ UG സ്റ്റുഡൻസ് എഴുത്തിലുണ്ടാക്കുന്ന കോമൺ എറേഴ്സിനെ കുറിച്ച് ഒരു ഇംഗ്ലീഷ് ടീച്ചർ പറയുന്നു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ നമുക്ക് ടോപ്പിക്കുകൾ പറയാം. അപ്രിഹെൻഷൻസ് ഓഫ് UG സ്റ്റുഡൻസ് ടു സ്പീക്ക് അറബിക് ടു എ ലാർജർ ഓഡിയൻസ്. ലാർജർ ഓഡിയൻസ് അവർക്കുണ്ടാവുന്ന അപ്രിഹെൻഷൻസ്, കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്താം. ഫോർ എക്സാമ്പിൾ തിയറി പ്രാക്ടീസ് കണക്ട് ഇൻ ദി UG സയൻസ് കരിക്കുലം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സബ്ജക്റ്റ് എടുത്തു, UG കെമിസ്ട്രി കരിക്കുലം ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ടോപ്പിക്കുകൾ, എന്തും ടോപ്പിക് എടുക്കാം. ഇനി കുറെ മോഡൽ ടോപ്പിക്കുകൾ നമ്മൾ കുറെ വേരിയബിൾസിനെ എടുത്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും കുറെ കാര്യങ്ങൾ കിട്ടും. ചെയ്യുന്നത് എന്താണോ അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഈ കുറെ മോഡൽ ടോപ്പിക്കുകൾ പറഞ്ഞു. ഇനി ലെറ്റ് മീ കം ടു ദ അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്റ്റിന്റെ ഗൈഡ് ലൈൻസിലേക്ക് വരാം. അബ്സ്ട്രാക്ട് നമ്മൾ പറയുമ്പോൾ അബ്സ്ട്രാക്ട് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ നമ്മൾ ഒരു ഓതർ അഫിലിയേഷൻസ് കൊടുക്കണം. അബ്സ്ട്രാക്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഓതർ അഫിലിയേഷൻസ് കൊടുക്കൽ നിർബന്ധമാണ്. ഓതർ അല്ലെങ്കിൽ ഓതേഴ്സ് എത്ര പേരുണ്ടോ അത്. ഒരു 3 പേര് കൂടുതൽ, വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റഡി ഒന്നും അല്ലെങ്കിൽ 2-3 പേര് കൂടുതലൊന്നും ഒരു വെറുതെ പേരിൽ നമ്മൾ അങ്ങനെ കൊടുക്കരുത്. വർക്ക് ചെയ്യുന്നവരെ മാത്രമേ ഓതേഴ്സ് ആക്കി എടുക്കാവൂ. അവരുടെ ഡെസിഗ്നേഷൻ, സ്റ്റുഡൻസിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ BSc സെക്കൻഡ് സെമസ്റ്റർ, സ്റ്റുഡൻറ് ഓഫ് BHC സെക്കൻഡ് സെമസ്റ്റർ ജാമിയ നദ്വിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അങ്ങനെ കൊടുക്കുക. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്. ഇമെയിൽ ID, മൊബൈൽ നമ്പർ അല്ലേ, ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കണം. അബ്സ്ട്രാക്റ്റിന്റെ മുകളിൽ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കും. ഇനി അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, അട്രാക്റ്റീവ് ആയി കഴിഞ്ഞാൽ, അട്രാക്റ്റീവ് ആകുമ്പോൾ അത്രത്തോളം നമുക്കത് ആക്സെപ്റ്റൻസ് കിട്ടും. ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ടൈറ്റിൽ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് അട്രാക്റ്റീവ് ആയിട്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് എടുക്കുക. അത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാവണം, ആ ഒരു കോൺഫറൻസിൽ വരുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാവണം, അത് കേൾക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഒരു ടോപ്പിക് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു സമ്മറി എഴുതുക എന്നുള്ളതാണ് അബ്സ്ട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്മറി ഓഫ് വാട്ട് യു ആർ ഡൂയിങ്, സമ്മറി ഓഫ് വാട്ട് യു ഹാവ് ഡൺ, നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വാട്ട് യു ആർ ഗോയിങ് ടു ഡു, നിങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിനെക്കുറിച്ചുള്ള ഒരു സമ്മറിയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ടോപ്പിക് എടുത്തു, കോമൺ എറേഴ്സ് ഇൻ UG സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അല്ലെ, കുട്ടികളുടെ കോമൺ ഇംഗ്ലീഷിൽ അവർ റൈറ്റിംഗ് എറേഴ്സ് എന്തൊക്കെ വരുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു സാധനമാണ് ഞാനൊരു ടൈറ്റിൽ. അപ്പൊ ഞാൻ എന്താ കേൾക്കുന്നു, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സിഗ്നിഫിക്കൻസ് പറയുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് സിഗ്നിഫിക്കൻസ്, അതൊരു ലിങ്ക് ഫ്രാങ്ക് ആണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറയുന്നു.
ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ടീച്ചിങ് ഇംഗ്ലീഷ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നു. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ പ്രോബ്ലംസ് ഞാൻ മനസ്സിലാക്കുന്നു. ടീച്ചിങ് ലേണിങ്ങിലൊക്കെ ഇംഗ്ലീഷ് അതിലെന്തൊക്കെ പ്രോബ്ലംസ്, അതിനെക്കുറിച്ചുള്ള സാധനങ്ങൾ വേറെ പല സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തിട്ട് പല ജേർണലുകളിൽ ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ എഴുതുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആയി. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് വാട്ട് യു ആർ ഡൂയിങ്, ഇതൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നു, എന്താണ് ശരിക്കും ആ ഒരു പ്രോബ്ലം, കോണ്ടെക്സ്റ്റ് പറയുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. എന്റെ ഒരു കൺസേണിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം, നോ വറീസ്. ഓക്കെ, ഇംഗ്ലീഷ് ഇന്ത്യയിലും പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, പ്രോബ്ലംസ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇംഗ്ലീഷ്, പിന്നെ എറേഴ്സ് ഇൻ ലേണിംഗ്, ഇതൊക്കെ നമ്മൾ പറയുന്നു. ഇനി വാട്ട് യു ആർ ഗോയിങ് ടു ഡു, ഇതിനെക്കുറിച്ച് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താ ഞാൻ ഒബ്ജക്റ്റീവ്സ് എഴുതവിടെ? സിംപ്ലി എന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെ, ടു അണ്ടർസ്റ്റാൻഡ് ഓർ സ്റ്റഡി ദ കോമൺ എറേഴ്സ് ഇൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് അറ്റ് UG ലെവൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ സ്പീക്കിംഗ് പറയുന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ്, ലിസ്ണിങ്, അങ്ങനെ എന്തൊക്കെ റീഡിങ്ങിൽ ഉണ്ടാകുന്ന കോമൺ എറേഴ്സ് ആയിരിക്കാം, പ്രൊനൗൺസിയേഷനിൽ വരുന്ന കോമൺ എറേഴ്സ് ആയിരിക്കാം. നമ്മളിവിടെ റൈറ്റിംഗ് പറഞ്ഞു, അണ്ടർസ്റ്റാൻഡ് റൈറ്റിംഗ്, ഇഷ്യൂസ് ഇൻ റൈറ്റിംഗ്. അതേപോലെ തന്നെ അടുത്തത് ഞാൻ വരുമ്പോൾ സ്പീക്കിങ്ങിൽ അവർ വരുത്തുന്ന കോമൺ എറേഴ്സ് ആയിരിക്കാം, റീഡിങ്ങിൽ വരുത്തുന്ന കോമൺ എറേഴ്സ് ആയിരിക്കാം, സ്ട്രക്ചറൽ എറേഴ്സ് ആയിരിക്കാം. പിന്നെ സ്ട്രക്ചറൽ എറേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, സിൻടാക്ടിക് എറേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എറേഴ്സ്, സിൻടാക്ടിക്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാം. ഇതൊക്കെ ഇങ്ങനെ എഴുതുന്നതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. Understand the common errors in writing, to study the errors generally committed by students of UG, errors in reading, errors in structure, syntax, etc. അതൊക്കെ കുറച്ചൊക്കെ വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ റൈറ്റിംഗിൽ വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്താണെങ്കിൽ അത് ഒഴിവാക്കാം. ഞാൻ എക്സാക്ട്ലി ഒരു ലാംഗ്വേജ് പേഴ്സൺ അല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്റെ വാട്ട് എന്നുള്ള കാര്യം മതി. ഇതൊക്കെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ടത്, സെപ്പറേറ്റ് ആയി എഴുതേണ്ട കാര്യമില്ല. കോണ്ടെക്സ്റ്റ് എഴുതി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് എഴുതി. അടുത്തത് ഞാൻ പോകുന്നത് എന്റെ മെത്തഡോളജി എന്താണ് ഞാൻ മെത്തഡോളജി എഴുതാൻ, എന്റെ എന്താണ് മെത്തഡോളജി. അപ്പൊ ഞാനിവിടെ പറയണം, UG students, undergraduate students of undergraduate students of Edavanna Panchayat constitute my whole, എന്റെ ഗ്രൂപ്പ് അതാണ്. അതിന് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും. പോപ്പുലേഷൻ നമ്മൾ പറയുന്നു, നമ്മുടെ ഒരു തേർഡ് പേഴ്സൺ ആണ് റിസർച്ച് ചെയ്തത്. അപ്പൊ നമ്മൾ ദ റിസർച്ചർ delimits the study to Jamia Nadaviya Arts and Science College. അത് ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് എന്താണ് സാമ്പിൾ എടുക്കുന്നത്. ദ സാമ്പിൾ കൺസിസ്റ്റ്സ് ഓഫ്, എന്താണ് നിങ്ങളുടെ സാമ്പിൾ, എത്ര പേരാണ്. സാമ്പിൾ കൺസിസ്റ്റ്സ് ഓഫ് 150 സ്റ്റുഡൻസ് ഓഫ് ജാമിയ നദവിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഓക്കെ, അപ്പോ സാമ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ മെത്തഡോളജി. ഇനി എന്താ എന്ത് ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നു, എ ക്വസ്റ്റ്യനെയർ. ഇവിടെ ക്വസ്റ്റ്യനെയർ അല്ലായിരിക്കും, ചിലപ്പോൾ നമുക്ക് ടെസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക, അല്ലെ. നമ്മുടെ ഇവരുടെ എറേഴ്സ് കണ്ടെത്താൻ എ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് വിൽ ബി യൂസ്ഡ് ടു സ്റ്റഡി കോമൺ എറേഴ്സ്. കോമൺ എറേഴ്സ് ഞാൻ ഒരു ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഉപയോഗിക്കും, വിച്ച് കൺസിസ്റ്റ്സ് ഓഫ്, എന്തൊക്കെ ഉണ്ട് അതിനകത്ത്, റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ് ആൻഡ് അതർ
ആസ്പെക്ട്സ് അല്ലേ? എത്ര പേർ? ഇതോടെ നിങ്ങൾ അബ്സ്ട്രാക്റ്റ് ആയി. ഇനി അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യം കൂടെ പറയാം. ഈ ഒരു സ്റ്റഡിയുടെ സ്കോപ്പ് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മളിത് എന്ത് ചെയ്യേണ്ട, ഇത് ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ടൊന്നും പറയണ്ട, കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് ഞാൻ എഴുതേണ്ടത്. സ്കോപ്പ് ഞാൻ പറയുന്നു, ദ റിസൾട്ട്സ് ഓഫ് സ്റ്റഡി will have implications for teachers and policy planners. ഇങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ അല്ലെ, അതിന്റെ ഇത് ഇങ്ങനെ സ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണ് ഇത് യൂസ് ഉള്ളതെന്നും പറഞ്ഞു. ഇത്രത്തോളായ എന്റെ അബ്സ്ട്രാക്ട് കഴിഞ്ഞു. ഇനി ഞാനിവിടെ അബ്സ്ട്രാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം, ഈ സ്റ്റഡി ചെയ്യണം. അത് നമ്മൾ ഫൈനലി എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ at the end we are doing that. അല്ലേ? അതായത് അബ്സ്ട്രാക്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേപ്പർ എഴുതുക. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി എനിക്കിവിടെ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മള് ഇതിന്റെ കൂടെ കുറച്ച് കീവേഡ്സ് കൊടുക്കണം. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കോഡ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലാംഗ്വേജ് സ്റ്റഡീസ്, കോമൺ എറേഴ്സ്, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, ഇത് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ കീവേഡ്സ് കൊടുത്തു. ഇതാണ് എൻ്റെ കീവേഡ്സ് മേജറായിട്ട് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വേർഡ്സ്. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അതോടെ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലിയർ ആയി. മനസ്സിലായല്ലോ? അബ്സ്ട്രാക്ട് ക്ലിയർ ആയി. ജസ്റ്റ് എ മിനിറ്റ്. നമ്മുടെ വസീൽ സാർ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഈ സൗത്ത് ആഫ്രിക്കയിലെ മറ്റേ മുക്കൂണ സാർ ഒന്ന് ജോയിൻ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ചിലപ്പോൾ സംസാരിക്കായിരിക്കും. അപ്പൊ നേരത്തെ അല്ല കണക്ട് ചെയ്ത് കിട്ടിയിരുന്നില്ല, അപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലിങ്കിൽ ജോയിൻ ചെയ്യുമായിരിക്കും. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് സംസാരിപ്പിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അബ്സ്ട്രാക്റ്റിന്റെ മോഡൽ കേട്ടോ. ഇങ്ങനെയാണ് അബ്സ്ട്രാക്റ്റ്. അപ്പൊ നമ്മൾ ഞാൻ വേറൊരു ടോപ്പിക് എടുത്ത് പറയാം. കോമൺ എറേഴ്സ് ഇംഗ്ലീഷ് ആണ് നമ്മളിപ്പോ പറഞ്ഞ അല്ലേ? കോമൺ എറേഴ്സ് ഇൻ ഇംഗ്ലീഷിൽ ഒരു അബ്സ്ട്രാക്റ്റിങ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഗ്രാമസഭ, വാർഡ് നമ്പർ 14 ഗ്രാമസഭ റിഫ്ലക്റ്റീവ് എക്സ്പീരിയൻസ്, ഇതിനെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ് ഗ്രാമസഭയുടെ പ്രാധാന്യം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഡെമോക്രസി, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ പറയാണ്. ദിസ് പേപ്പർ അഡ്രസ്സസ് ദ, അല്ലെങ്കിൽ ദിസ് പേപ്പർ ഈസ് ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിഫ്ലക്റ്റീവ് എക്സ്പീരിയൻസസ് ഓഫ് ഗ്രാം സഭ ഓഫ് എ വാർഡ് ഇൻ എടവണ്ണ പഞ്ചായത്ത്. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മെത്തഡോളജി എന്താണ്, ദ റിസർച്ചർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഗ്രാം സഭ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വേരിയസ് പ്രൊസീഡിങ്സ് ഓഫ് ഗ്രാം സഭ. അതിനുവേണ്ടി നമ്മൾ അവരോട് ഇന്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ അവിടെ നമ്മൾ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻ നടത്തും, ആളുകൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡയറിയെയും ആ ഒരു റിഫ്ലക്ഷനെയും അവരോട് ഇന്ററാക്ട് ചെയ്ത ഇന്റർവ്യൂവിന്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് എടുക്കും എന്നുള്ള തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ഗ്രാമസഭ എന്താണ്, പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഡെമോക്രസി എന്താണ്, ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ്, ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ഫോമാണ് ഗ്രാമസഭ, എവറി പഞ്ചായത്ത് വിൽ ഹാവ് ഗ്രാമസഭ, വാർഡ് വൈസ് ആണ് നടത്തുന്നത് എന്നൊക്കെ നമ്മൾ കുറച്ചൊരു സ്റ്റോറി പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിന്റെ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രാക്ടീസസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഗ്രാമസഭ. മെത്തഡോളജി എന്താണ്,
ഇതില് റിസർച്ചർ പോയി ആ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നു, അവിടെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവേഷൻ ഈസ് എ മെത്തഡോളജി. രണ്ടാമത്തെ ഇന്റർവ്യൂ ചെയ്യുന്നു. മൂന്നാമത്തത് അവിടെയുള്ള പ്രൊസീഡിങ്സ് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൺക്ലൂഷൻ എഴുതുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ റിസർച്ച്. അതിന്റെ ഒരു സമ്മറി നമ്മൾ അതിന്റെ കീവേഡ്സ് എഴുതുമ്പോൾ ഗ്രാമസഭ, പീപ്പിൾ പാർട്ടിസിപ്പേഷൻ, പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി എന്നൊക്കെ കീവേഡ്സ് എഴുതുന്നു. ഓക്കെ. ഡിജിറ്റൽ സ്കിൽസ്, FIUP സ്റ്റുഡൻസ്, ഫോറിൻ ഗ്രാജുവേറ്റ് എന്ന് NEP അനുസരിച്ച് ഇപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഈ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും. അത് 4 വർഷമാണ്. അതിനെക്കുറിച്ച് ഒരു സ്റ്റോറി, കാര്യങ്ങൾ 4 സെന്റൻസ് എഴുതുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ ഡിജിറ്റൽ സ്കില്ലിന് പ്രാധാന്യം പറയുന്നു. നമ്മൾ മൂക്ക് നിർബന്ധമാക്കുന്നു, ഓൺലൈൻ ലേണിംഗ് നിർബന്ധമാക്കുന്നു, ഓൺലൈൻ പ്രോഗ്രാംസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു. പോസ്റ്റ് കോവിഡിൽ എല്ലാവരും ഓൺലൈന്. അപ്പൊ അതിന്റെ ഡിജിറ്റൽ സ്കില്ലിന്റെ പ്രാധാന്യം ഒരു എന്താണ് നമ്മുടെ ഒരു ആക്റ്റീവ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഒരു ആസ്പിരന്റ് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ ഡിജിറ്റൽ സ്കിൽസ് ആർ റിക്വയർഡ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഐഡന്റിഫൈ അല്ലെങ്കിൽ ടു അസസ് ദ എക്സ്റ്റെന്റ് ഓഫ് ഡിജിറ്റൽ സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ഡിജിറ്റൽ സ്കിൽസ് എന്താ അറിയുന്നു, ഒരൊറ്റ ഒബ്ജക്റ്റീവ്. എന്താ മെത്തഡോളജി? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാണ് എൻ്റെ ഫോറിൻ ഗ്രാജുവേറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ജാമ്യ നദവിയിലെ കുട്ടികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 2 ഡിപ്പാർട്ട്മെന്റ് മാത്രം ഞാൻ എടുക്കുന്നു. ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എടുക്കുന്നു. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ എടുത്തു. ഫിസിക്സിൽ 30 വീതം കുട്ടികളാണെങ്കിൽ 90 കുട്ടികളും 2 വർഷമായി 60 കുട്ടികളുണ്ട്. കെമിസ്ട്രിയിൽ 60, 120 കുട്ടികളാണ് എൻ്റെ. അവർക്ക് ഞാനൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. അതിനകത്ത് വേരിയസ് ഡിജിറ്റൽ സ്കില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. It will definitely help to make policies for foreign graduate program to go ahead. മുന്നോട്ട് പോകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പോളിസി ഉണ്ടാക്കുന്നതിന് ഇതിന്റെ റിസൾട്ട് ഹെൽപ്പ് ചെയ്യും. അത്ര എഴുതിയാൽ മതി. അതിന്റെ കീവേഡ്സ് ഡിജിറ്റൽ സ്കിൽസ്, ഫോറിൻ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഡിജിറ്റൽ നമ്മൾ ടീച്ചിങ് ത്രൂ ടെക്നോളജി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിന്റെ കീവേഡ്സ് ആയിട്ടും എഴുതാം. 21st century സ്കിൽസ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് നമ്മൾ എഴുതുന്നത്. ഇനി ഞാൻ അബ്സ്ട്രാക്ട് ബുക്ക് നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു ഒരു മോഡൽ. അതുപോലെ ഒരുപാട് അബ്സ്ട്രാക്ട് ബുക്കുകൾ ഞാൻ 1-2 കൂടി ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. സാറ് മുക്കുണ സാർ ജോയിൻ ചെയ്തിരുന്നോ സാറ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ വസീൽ സാർ. സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഹലോ ഡോക്ടർ മുക്കുണ, ആർ യു there? Yes, I'm there. Okay. Good afternoon. I don't know what is the time. This is sir. We are at 8:45 here. Oh, 8:45. 9 Okay. p.m. 9 p.m. Okay. Thank you so Sir, much. thank you so much for co-organizing the conference with us. We have people from Jamia Nadawiya group of institutions and Jamia Millia Islamia here. Sir, this is actually a pre-conference workshop for undergraduate students regarding how to write a winning abstract. So you can share from your valuable time a few sentences, a few 2-3 minutes regarding how to write an abstract. I was explaining now you can also add. Okay. No, thank you so much, Prof, for this opportunity.
to the student, you are welcome. This is Robert Mukuna. I'm joining from South Africa, and my university is the University of the Free State in South Africa. So my comment on the abstract student, the abstract, it just reflected the overview of your study, and the abstract should be clearly written, and all the elements of the abstract should also reflect on the abstract. Let us start with the title. Normally, when you are writing an abstract, the abstract should reflect the title, and the title it should not be too much words. At least, maybe can we say at least 15 words? Yeah, at least 15 words can be reflect on your topic. Now, going to the core of the abstract, usually the abstract, I want just to complete from the presentation of Prof. Samir. You need to make sure you follow the guideline. The first one should be a sentence, just a sentence that explain the problem of your study. The problem of your study, you can tell us the objective. What do you want to achieve in your study? After the objective, we'll get to the methodology. By the methodology, we know if it's a quantitative approach, you have to reflect which approach is that, design, participant, state the number of participants, and where did you select them, and they are from which district, which region, which country. So the reader can be specific when they read your abstract. Another point also in the abstract, after the methodology, you have to tell us the technique. How did you collect your data? In qualitative, you can state you use semi-structure, you use focus group, and in quantitative, you need to specify the instrument, the questionnaire that you use to collect the data, and the questionnaire should be very clear state. After the data collection, it's a critical step also is the analysis. How did you analyze your data, whether quantitative or qualitative? You need to specify it in your abstract. Then you tell us the key findings. What did you find? And after just maybe a simple one sentence that can conclude your abstract and also the implications of your result. So globally, all the weights should be no more than 300 weights. So then you should not forget to add the keywords. And normally keywords should be mostly come from your title and also from some key findings. And for you to highlight your keywords. You cannot just say a keyword that has been mentioned 2 times in a study and you say it's a keyword. For me, I usually take out, and most of the keyword can be reflected in your study more than 5 times. If you have some keywords that you have stated in your study more than 5 times, that one could be considered as a keyword. And for keywords also, we can use at least 5 keywords just to strengthen your abstract. And I believe this it can also assist to our students to know how they can write up the keywords. And this is just a request, Prof.
if, for example, after submission of the abstract, I'll be willing to review some abstracts just to improve their standard. Thank you so much. Thank you, sir. Vasil, sir, please. Vasil, sir, you're Yeah. Okay. good. Thank you, Professor Mukuna, sir, for joining us in this evening here. You are welcome. And we are happy to collaborate with, and we are grateful to you. We appreciate and we express our sincere gratitudes to the authorities of University of Free State for this collaboration. Hope we will be joining in the next pre-conference workshops also. Can we please switch on the video for just a documentation purpose, for just to capture a screenshot that we can document it in the later. Samir sir, over to you. Okay, sir. Dr. Mukuna? Hello? Yes, I can hear you. Sir, can you switch on the video for a while, just so that they can have a click to document it as a workshop? For a while, can you switch on the camera? You say I should put my camera? Yeah. Switch on the camera, please. Okay. Let me, because let me switch on. Yeah. Okay, participants, you can ask any queries if you have any doubt regarding the abstract writing. This is just a starting. We will be organizing offline workshops also in the upcoming week, and I hope it will be more clear in offline sessions also. Vasil sir, അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. Yes. Can you see me now? Yes, sir. Yes. Thank you. All right. Thank you very much, sir. Thank you. No, you're welcome. So I can switch off? Yeah, sure. All right. I greet you from South Africa. Thank you. Okay, Donny sir, please carry on. First of all, I believe it was a very productive session, and we are grateful for Dr. Robert Mukuna's presence here. First, I would like to thank Dr. Samir Babu for interacting with our students, for telling them how to write an abstract. It was I believe it is very useful for them, since they are mostly undergraduate students, and it might be their first time getting a session of this sort. And thank you, Dr. Samir Babu sir, and Dr. Robert Mukuna. We are so glad that you could join us all the way from South Africa, and we are very excited about this collaboration between our institutions. And I wish it's the beginning of so many more collaborations. And then I thank all the staff and the students who attended this session. And this is, let me remind you, this is just the first among many productive sessions yet to come. And I believe our faculty will support us in all ways possible. And I thank you all from the bottom of my heart. Thank you. Okay. Thank you, sir. And all the students, please fill in the attendance sheet that I have posted in the chat box. എല്ലാവരും ചാറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന അറ്റൻഡൻസ് ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. താങ്ക് യു. സർ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാലോ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ അതുപോലെ നമ്മുടെ
നെക്സ്റ്റ് ഡേ ഒക്കെ ഇനിയിപ്പോ ബാക്കി അവിടെയുള്ള ടീച്ചേഴ്സിനെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ ഓരോ ഷുവർ. പ്രോഗ്രാമിൽ. നാളെ നമുക്ക് വുമൻസ് കോളേജ്, നോബിൾ കോളേജും പുറത്തുനിന്നുള്ളവരും കൂടി ഉണ്ടാവും. നമ്മള് ഇപ്പൊ ഹാപ്പിനെസ് ഇത് നമ്മുടെ അംബാസിഡേഴ്സ് ആയിട്ട്, കോൺഫറൻസ് അംബാസിഡേഴ്സ് ആയിട്ട് വന്ന ജാമ്യമിലെ റിസർച്ച് സ്കോളേഴ്സും 1-2 പേര് നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു ഷഹബാസ് ഖാൻ ഉണ്ട്, പിന്നെ ഒരു വൈഭവ് വർമ്മ, അവരൊക്കെ നന്നായി സംസാരിക്കുന്നവരാണ്. അഷിമ. ഷഹബാസ് കഴിഞ്ഞ അംബാസിഡേഴ്സ് വർക്ക്ഷോപ്പിൽ സംസാരിച്ചിരുന്നു ഓറിയന്റേഷനിൽ. അദ്ദേഹത്തിന് പിന്നെ റിസർച്ച് സ്കോളേഴ്സുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ട്. അവരുടെ ഇടയിൽ ഒരു പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് നടത്താൻ താല്പര്യപ്പെടുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തന്നെ പറയുന്നതിനൊക്കെ അവരെയൊക്കെ ഉൾക്കൊള്ളിച്ച കുറച്ചും കൂടെ നമുക്ക് യൂസ് ആവും. നാളെ അവരെ ആരെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? എങ്ങനെയാ ചെയ്യാം, ഞാൻ അവരോട് പറയാം. ഓക്കെ. പിന്നെ നാളെ നമുക്ക് പുറത്തുള്ള നോബിളിൽ നിന്നുള്ളവർക്കും സുല്ലമിലുള്ളവർക്കും കൂടിയാണ്. ഞാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ജോയിൻ ചെയ്യാൻ നോക്കാം. നാളെ നമുക്ക് ഇവിടെ ഹോസ്റ്റൽ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്, അതിന്റെ ഒരു പാർട്ടാണ് അത്. എപ്പോഴാണ് ഫ്രീ ആവാൻ അറിയില്ല, എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. 8 o'clock ഒക്കെ ആയിരിക്കും തോന്നുന്നുണ്ട്. അവര് ആരെങ്കിലും ഒരാളും കൂടെ ഞാൻ ഉൾപ്പെടുത്താം സംസാരിക്കാം. ശരി. പാർട്ടിസിപ്പൻസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം.